ക്രിക്കറ്റ് നിരീക്ഷകൻ അജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. അജിത് കുമാർ, ഈ തീരുമാനത്തോട് എങ്ങനെ പാകിസ്ഥാന്റെ ഈ ഒരു ടോസ് നിർണായകമല്ല എന്നുള്ളത് അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? പാകിസ്ഥാന് കൂറ്റൻ സ്കോർ കണ്ടെത്താൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ദുബായ് ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ചരിത്രവും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് കൂടുതൽ അനുകൂലം. ടോസ് തോറ്റത് നന്നായി എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് ഞാൻ ജയിച്ചിരുന്നെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ഉണ്ടായാൽ എപ്പോഴും അതിന്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവുമായിരുന്നു. മാത്രമല്ല താങ്കൾ ഒരു 350 റൺസ് ഒക്കെ എന്തായാലും എടുക്കേണ്ടി വരും ഇക്കാലത്ത്. പക്ഷേ ഈ ദുബായ് വിക്കറ്റിൽ ആവറേജ് സ്കോർ 203 ആണ്. അപ്പൊ ഇവിടെ 250 തന്നെ ഒരു നല്ല സ്കോർ ആവും. കഴിഞ്ഞ മാച്ചിൽ 228 എടുത്തത്. അത് നമ്മൾ ചേസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ എന്നാലും നമ്മൾ ഈസി ആയിട്ട് എത്തി എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ ഇപ്പം ബെറ്റർ ചേസേഴ്സ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇംഗ്ലണ്ടായിട്ടുള്ള 2 മത്സരങ്ങൾ നന്നായിട്ട് ചേസ് ചെയ്തെടുത്തു. ഇന്നലെ ബാംഗ്ലാദേശിനായിട്ടുള്ള മത്സരവും നമ്മൾ ചേസ് ചെയ്തെടുത്തു. എന്നും നമ്മുടെ ഒരു ബെറ്റർ ചേസേഴ്സ് ആണ്. മാത്രമല്ല ദുബായ് ഗ്രൗണ്ടിൽ പ്രത്യേകിച്ചും ചേസിങ്ങിനാണ് കുറച്ചുകൂടി ബെറ്റർ. അതുകൊണ്ട് ടോസ് പോയതുകൊണ്ട് എനിക്ക് വലിയ വിഷമം തോന്നുന്നില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് ഗോൾ ചെയ്യണം. പാകിസ്ഥാന്റെ ഒരു വളരെ ക്രൂഷ്യൽ പ്ലെയർ ഫക്കർ സമാൻ ഇല്ല. എന്നും ഇന്ത്യയുടെ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഫക്കർ സമാൻ. അദ്ദേഹം ഇല്ലാത്തത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ടീമിന് യാതൊരു ചേഞ്ചും ഇല്ല. സെയിം ടീമാണ് കളിക്കുന്നത്. അതാണ് വേറൊരു കാര്യം കൂടി നാം കാണുന്നത്. തുടരുക അജിത് കുമാർ. ഇപ്പോൾ ഇനി ദുബായിൽ ഒരുപക്ഷെ ദുബായ് ഇന്ത്യയുടെ ഭാഗ്യ ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഇന്ത്യ ഇവിടെ 7 മത്സരങ്ങളിലാണ് കളിച്ചത്. 7-ൽ 6 തവണയും ഇന്ത്യക്ക് ജയിക്കാനായി. ഒരു മത്സരം അത് ടൈ ആവുകയായിരുന്നു. അത് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരമായിരുന്നു. എന്തായാലും ഈ ഭാഗ്യ ഗ്രൗണ്ടിൽ ഒരിക്കൽ കൂടി ഭാഗ്യം തുണയ്ക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്.